അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കുടുംബത്തോടൊപ്പമാണ്. അവരുടെ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം അത് ആർക്ക് നികത്താൻ കഴിയാത്തതാണ്. എത്ര ലക്ഷം രൂപയോ കോടിക്കണക്കിന് രൂപയോ സാമ്പത്തിക സഹായം നൽകിയാലും അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങൾ നൽകിയാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടം ആർക്ക് നികത്താൻ കഴിയില്ല. അതൊരു നഷ്ടം തന്നെയാണ്. ഇനിയും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇനിയും ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അതോടൊപ്പം തന്നെ വംശീയമായ അധിക്ഷേപം ഉണ്ടാകാൻ പാടില്ല, ജാതീയമായ അധിക്ഷേപം ഉണ്ടാകാൻ പാടില്ല. നിറത്തിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി മാനസികമായി പീഡനം അനുഭവിക്കാൻ പാടില്ല. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത് നടന്നു എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ ഓരോരുത്തരും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോൾ മോഡലാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും കേരളം എല്ലാവർക്കും റോൾ മോഡലാണെന്നും നമ്മൾ പറയുമ്പോൾ തന്നെ ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ, സ്കൂളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും പ്രൊഫഷണൽ കോളേജുകളിലായിരുന്നാലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് അധ്യാപകരും ചില വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെ, മാനേജ്മെൻറ്റുകൾ ഉൾപ്പെടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരമായ അധിക്ഷേപത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളവിടെ കണ്ടത്. അത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. എല്ലാ മാനേജ്മെൻറ്റുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നും അതിനർത്ഥമില്ല. ചിലരെങ്കിലും ഈ കാര്യത്തിൽ, ചില അധ്യാപകർ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും ഈ നമ്മൾ കാണുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ ഇനി ഇത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇല്ല, KPC പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചില്ല. പക്ഷേ KPC പ്രസിഡന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഈ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അത് എല്ലാ നേതാക്കളും. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ കണ്ണൂരും നടത്തിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടി കോളേജിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. KSU, കോൺഗ്രസ് പാർട്ടി എല്ലാം തന്നെ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകമായ പിന്തുണ എടുത്തു പറയേണ്ട കാര്യമില്ല. അല്ല, ഭരണത്തിൽ വരാതെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാവുന്നതാണ്, വൈസ് ചാൻസലർക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണറെ കണ്ട് ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൻ്റെ അംഗീകാരം പിൻവലിക്കുന്നതിന് ഗവർണറെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നതാണ്. ഗവർണറാണല്ലോ ചാൻസലർ. ആ ചാൻസലറായ ഗവർണറെ കണ്ടിട്ട് ഈ കോളേജിനുള്ള അംഗീകാരം പിൻവലിക്കണം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നതാണ്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ എല്ലാം അറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ വീണ്ടും ആ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം 4-ാം തീയതി റിസൾട്ട് വരുന്നു. അത് കഴിഞ്ഞ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ആലോചനകളും ചർച്ചകളും വരും. അതിനെ തുടർന്ന് ഒരാൾ വരുമെന്ന് പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞതിനകത്ത് എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഒരാഴ്ച കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? അല്ല, ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ. ഒരാഴ്ച, എല്ലാം കൂടി ഒരാഴ്ചക്കകത്ത് നമുക്ക് റിസൾട്ട്, വോട്ടെണ്ണൽ, അത് കഴിഞ്ഞാൽ ആർക്കാണോ ഭൂരിപക്ഷം ലഭിക്കുന്നത് അവരുടെ. പിന്നെ ഇല്ല, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും ഒരാഴ്ചക്ക് കൂടി ഞാനും ഈ പറഞ്ഞതുപോലെ ഒരാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാഴ്ച കൂടി ഇതെല്ലാം കലങ്ങിത്തെളിയ, അല്ലെങ്കിൽ കലങ്ങിത്തെളിയല്ല, ഇതിനെല്ലാം ഈ ഇതിനെല്ലാം ഒരാഴ്ച കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മറുപടി ആയല്ലോ. പിന്നെ അതിൽ കൂടുതൽ ചോദ്യം ചോദിക്കണ്ട. അല്ല, ഞാൻ എന്തായാലും കാത്തിരിക്കുകയാണ്. അത് മറ്റ് നേതാക്കന്മാരെ ഞാനുമായിട്ട് കണക്ട് ചെയ്യണ്ട. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ്
ഞാനും ഉന്നതനായ നേതാവാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എന്തായാലും എൻ്റെ പേരില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ ആദ്യം തന്നെ താങ്കൾ ചോദിച്ചത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങളും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു.